ദേ ഓടി വരുന്നുണ്ട് കേട്ടോ. കണ്ടു നമ്മളെ ദേ വരുന്നുണ്ട്. വരും. കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ കുറെ പ്രാവശ്യം വിളിച്ചാണ്. അവൻ നേരിട്ടും കുറെ പ്രാവശ്യം വിളിച്ച് അങ്ങനെ. പക്ഷെ ഞാൻ ഒക്കെ ശരി വരാനൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞ് അവളുടെ കൂട്ടുകാരെയൊക്കെ വിട്ട് അവരൊക്കെ ക്യാബ് വിളിച്ചും കാറിലൊക്കെ പോയി. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, നിന്റെ കൂട്ടുകാരന്റെ കല്യാണം. അപ്പൊ നമ്മളിന്ന് അതായത് അവളുടെ ഒരു കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ കുറെ പ്രാവശ്യം വിളിച്ചാണ്. അവൻ നേരിട്ടും കുറെ പ്രാവശ്യം വിളിച്ച് അങ്ങനെ. പക്ഷെ ഞാൻ ഒക്കെ ശരി വരാനൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞ് അവളുടെ കൂട്ടുകാരെയൊക്കെ വിട്ട് അവരൊക്കെ ക്യാബ് വിളിച്ചും കാറിലൊക്കെ പോയി. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, നിന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞ ആളെ അങ്ങനെ ഒരുമാതിരിക്ക് ഇപ്പോ പക്ഷെ കരഞ്ഞ മട്ടിലാണ്. ഞാൻ പോണില്ല, ഞാൻ ഇവിടുന്ന് ക്യാബ് വിളിച്ച് വീട്ടിലേക്ക് വരാനൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഏകദേശം അവിടെ എത്താറായി. അവിടെ എത്തിയിട്ട് എന്താണ് അവളുടെ ഒരു ഇത് അല്ലെങ്കിൽ അവളുടെ മുഖഭാവം എന്താണ്, അല്ലെങ്കിൽ അവൾ എന്താ പറയാന്ന് നമുക്ക് കണ്ടു നോക്കാം. കല്യാണത്തിന് പോകാനുള്ളതൊക്കെയാണ് നമ്മൾ റെഡിയാക്കി ആയിട്ട് വന്നേക്കണേ. അപ്പൊ കല്യാണത്തിന് പോണതിന് മുമ്പ് ആളുടെ ഇതെന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടു നോക്കാം. ദേ ഓടി വരുന്നുണ്ട് കേട്ടോ. കണ്ടു നമ്മളെ ദേ വരുന്നുണ്ട്. വരും. ഞാൻ വരില്ല എന്ന് വിചാരിച്ചോ? പിന്നെ ഞാനില്ലാണ് പിന്നെ എന്റെ അപ്പൂപ്പനത്. ഞാൻ ഓല ബുക്ക് ചെയ്ത് 650 രൂപയ്ക്ക് ഇപ്പം വീട്ടിൽ പോയേനെ. ഞാൻ വീട്ടിൽ പോവും. വീട്ടിൽ പോണമല്ലോ. എന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് ഞാൻ എന്തിനാ പറഞ്ഞേ? നിന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന് ഞാൻ വരേണ്ട കാര്യം എന്താ? നീ അല്ലേ എന്നോട് വരാൻ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കാല് വരും. ഞാനായിട്ട് സങ്കടപ്പെട്ട് കൂട്ടുകാരോടൊന്നും ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കാൻ. എല്ലാരും ക്യാബിന് കയറി പോയി. ഞാനായിട്ട് കല്യാണത്തിനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാനായിട്ട് എന്താ അയ്യപ്പാക്കത്തിലുള്ള വണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. കണക്ട് ചെയ്യുന്നു. 3-4 കണക്ട് ചെയ്ത് അവര് വിളിച്ച് ക്യാൻസൽ ചെയ്തു. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഞാൻ പോയേനെ. നീ ഇവിടെ വന്നിരുന്നേനെ. പോണം എന്തിന്? ഞാൻ നിന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിനൊന്നും വരില്ല. നീ വരുമെന്ന് എനിക്കറിയാം. അങ്ങനൊന്നും പറയാറുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ഒരുങ്ങിട്ട് രാവിലെ ഇറങ്ങിയത്. ഒരു ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യ, നീ പോന്നെങ്കിൽ പോവാനൊക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചില്ല നീ പറ്റിക്കാനാണ് പറഞ്ഞത്. പോവാ. പോകുന്നുണ്ടോ കല്യാണത്തിന്? പോണോ? പോണ്ട്. പോവാ. എന്നാലും നീ വന്നല്ലോ. പിന്നെ വരാണ്ട് മുട്ടോടോ മുട്ടത്തേണ്ടി. ഓടാ. ഞാനിപ്പോ പോയാൻ എന്ത് ചെയ്തേനെ? പോയാൽ പുറകെ ഞാൻ ചേസ് ചെയ്ത് പിടിച്ചാല്. വണ്ടി എടുക്കുന്നതിന്റെ ഹെൽമെറ്റോ? ഫുള്ള് പ്ലാനിങ്ങിലല്ലേ? കിരീടം എടുത്ത് വെക്കൂ. കിരീടം വഞ്ചിക്കകത്തോട്ട് ഹെൽമെറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? കിരീടം വെച്ചില്ലെങ്കിൽ 1000 രൂപ ഫൈൻ. വെറുതെ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. നമ്മൾ കല്യാണത്തിന് ഞാൻ ആകെ ശോകം പോവാൻ വീട്ടിൽ പോകാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. കേറട്ടെ. ഹലോ ഹായ് ഗൈസ്, എല്ലാവർക്കും നോട്ട്സിന്റെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മള് ഇവിടേക്ക് വരുന്ന വഴിക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യം നമ്മളിവിടെ പറ്റിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊന്ന് കണ്ടിട്ട് വരിക. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, അതെന്തായാലും പുറകെ വരില്ല, അതൊന്ന് കണ്ടിട്ട് വരിക. അത് കഴിഞ്ഞ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ ട്രാഫിക്കിലേക്ക് ഇറങ്ങി കേട്ടോ. കമ്പനീൻ്റെ ഇവിടുന്ന് നമ്മൾ മെയിൻ റോഡിലേക്കൊക്കെ കയറി അങ്ങോട്ടുള്ള വഴിയിൽ ഫുള്ള് ട്രാഫിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയുടെ പെട്രോളൊക്കെ കഴിഞ്ഞായിരുന്നു. നമുക്ക് പെട്രോൾ പമ്പ് നോക്കിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഞാനവിടെ വീട്ടിലേക്കുള്ള വണ്ടി ബുക്ക് ചെയ്യാൻ നിന്ന സമയത്ത് അതിന് മുന്നേ തന്നെ എൻ്റെ കൂട്ടുകാർ പോയി എന്ന് പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ പോകാൻ നിന്നപ്പോൾ. അതുകൊണ്ട് അവരൊക്കെ നേരത്തെ അവിടെ എത്തി. അവരവിടെ ചെന്നിട്ട് എന്നെ വിളി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫോൺ എടുക്കാൻ ചിലക്കൊക്കെ ഫോൺ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. അങ്ങനെ എത്തി കൂട്ടുകാരെയൊക്കെ കണ്ടുപിടിച്ച് ഇച്ചാനെ നോക്കി ചിരിച്ചു. ഇത് ഫ്രണ്ട് നിൽക്കുന്ന എൻ്റെ മാനേജറാണ് കേട്ടോ, ഇച്ചാൻ്റെ ഫ്രണ്ട് നിൽക്കുന്നത്. അവർ തമ്മിൽ വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ സ്റ്റേജിൽ നിൽക്കുന്നതൊക്കെ എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ് ഫ്രണ്ടിൽ നിൽക്കുന്നവരൊക്കെ. അത് പിന്നെ ഇതാണ് കേട്ടോ ഈ കോട്ട് സ്യൂട്ട് വിട്ട് നിൽക്കുന്ന ആളാണ് പെണ്ണിൻ്റെ ആങ്ങള. അപ്പോൾ ആളാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പം നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരേ വൈബിലാണ്. പിന്നെ നമുക്ക് എന്താ അവിടെ ഇപ്പം ഞാൻ എന്താ അവിടുത്തെ മ്യൂസിക് കുറേ പാട്ട് കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്ത്. തമിഴൊക്കെ ലക്ഷ്മി ഇതാണ് കേട്ടോ, രണ്ടുപേരും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പിന്നെ ഇതാണ് അവിടെ ഉള്ള ഓഡിയൻസ്. ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്താണ് നമ്മളിങ്ങനെ അവിടെ കുറേ നേരം നിന്നു. അവിടെ ഒരുപാട് പാട്ടും ഡാൻസും സംഭവങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ സ്റ്റേജിൽ കയറി നിൽക്കുകയാണ്. നമുക്കിനി ഫോട്ടോസൊക്കെ എടുക്കണം. ഇനി അടുത്ത് കാണുന്നത് നമ്മുടെ ഫോട്ടോ സെഷനാണ്. ഇത് ഞാൻ, ഇച്ചാൻ, പിന്നെ എൻ്റെ ടീം ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കലാപരിപാടി എന്ന് പറയുന്നത് പെണ്ണിനും ചെറുക്കനും സർപ്രൈസ് കൊടുക്കലാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്നൈയിലെ തന്നെ ഒരു ടീമാണ് കേട്ടോ. അവർ വെഡ്ഡിങ്സിനൊക്കെ ഇങ്ങനെ സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ളവർ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വരും. പക്ഷെ നമ്മൾ പൈസ കൊടുക്കണം. പക്ഷെ അവർ നല്ല അടിപൊളിയായിട്ട് വന്ന് സെലിബ്രേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ട് പോകും. അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ചെന്നൈ സർപ്രൈസ് എന്ന് പറയുന്ന ടീമാണ്. അവരുടെ പേര് കണ്ടില്ല, അവരുടെ ഡ്രസ്സിൻ്റെ ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരിങ്ങനെ സർപ്രൈസായിട്ട് കയറി വരുന്നു, മുഖം മൂടിയൊക്കെ വെച്ചിട്ട്. അവരുടെ ഒരു എന്താ പറയുക, അത് അവരുടെ ഫോട്ടോയാണ് കേട്ടോ, പെണ്ണിനും ചെറുക്കൻ്റെ. ആ ഫോട്ടോയൊക്കെ അവർ നല്ലതായിട്ട് പ്രിൻറ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതവർ കാണിക്കാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കാണിച്ച് അവരെ സർപ്രൈസ് കൊടുക്കുന്നു. സർപ്രൈസ് കൊടുത്തു കഴിഞ്ഞ് അവർ കേക്ക് കട്ട് ചെയ്യുന്നു. പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ വക തകർപ്പൻ ഡാൻസ് രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് കണ്ടോ, ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ് വാസ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളാണ് എഴുതിക്കൊണ്ടൊക്കെ വന്നേക്കുന്നത്. അപ്പം പിന്നെ അവരുടെ ഡാൻസ് സെക്ഷൻ ഇങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതൊക്കെ നമ്മുടെ അടിപൊളി പാട്ടും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും എന്നുള്ളത് കൊണ്ട് നമ്മൾക്കത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വീഡിയോ എടുക്കുന്നു, ഷോർട്സ് എടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഞാനിങ്ങനെ എൻജോയ് ചെയ്തിരുന്നു, ഇങ്ങനെ പരതി നടക്കുമായിരുന്നു. അപ്പം പിന്നെ ഡാൻസ് സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത് തീറ്റ മത്സരത്തിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. പിന്നെ നോൺ വെജ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ഒരു പോളിംഗ് കുറവുണ്ടെന്നേ ഉള്ളൂ. എങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു, എല്ലാം വെജ് ആയിരുന്നു. ഇവിടെ അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മള് കല്യാണത്തിന് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ടോ. ആക്ച്വലി ഇത് എന്താ വെച്ചാൽ എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന എന്റെ ഫ്രണ്ടിന്റെ പെങ്ങളുടെ കല്യാണത്തിന്റെ റിസപ്ഷനാണ്. നാളെ കല്യാണം, അതിന് നമ്മൾ വരുന്നൊന്നുമില്ല. അപ്പൊ റിസപ്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ വന്നു, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിച്ചു, അങ്ങനെ സെറ്റായി നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിട്ട്? അടിപൊളിയായിരുന്നു. മാനേജറുടെ പുറകിൽ ഒളിച്ചിരുന്ന ഞാൻ അപ്പൊ മാനേജറും എന്റെ മാനേജർ ടീം എല്ലാരും ഉണ്ടായിരുന്നു. ഇവിടെ എന്റെ ടീമിൽ ഒരാളിവിടെ ഉണ്ട്, ഇങ്ങോട്ടൊന്ന് വരാമോ പ്ലീസ്? തമിഴക്ക എന്റെ കൂടെ വേറെ വീഡിയോസിനകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. തമിഴക്ക, അത് ഇടുക്കിക്കാരിക്കകത്തായിരിക്കും, ഈ ചാനൽ ഇട്ടിട്ടില്ല. ഇതാണ് തമിഴക്ക, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. വേറൊരുത്തി കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്, അവളിത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുന്നു. അപ്പൊ അവരൊക്കെ അങ്ങോട്ട് പോയി കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, സ്റ്റേജിൽ നിന്ന് വീഡിയോക്കകത്തൊക്കെ അവരെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പാട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു തന്നെയായിരുന്നു. ഒരുപാട് ഡാൻസും കാര്യങ്ങളും മ്യൂസിക് ഒരുപാട് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു മാത്രം ക്ലിപ്പ് മാത്രം നമ്മൾ വീഡിയോ എടുത്തില്ല. ഷോർട്സ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ കാര്യങ്ങൾ. കാരണം ഒറിജിനൽ മ്യൂസിക് എടുക്കാൻ പറ്റില്ല. നമ്മളപ്പോ ഷോർട്സിൽ മ്യൂസിക് ആകുമ്പോൾ കുഴപ്പമില്ല, ആ ഒരു രീതിയിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോസ് ഒക്കെ തന്നെ നാളെ തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് ആയിട്ട് വരുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. യെസ്, ചാച്ചാ അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് കാണാൻ എല്ലാവരും അടിച്ചു വെച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. ചാച്ചാ.